ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ തന്റെ വീടിനു മുന്നിലെ പറമ്പിൽ വളരെ കഷ്ടപ്പെട്ട് ആപ്പിൾ തൈകൾ നടുകയായിരുന്നു. ആ വഴി വന്ന ഒരു യുവാവ് ഇത് കണ്ട് പരിഹാസത്തോടെ ചിരിച്ചു. അയാൾ ചോദിച്ചു, മുത്തശ്ശാ, നിങ്ങളെന്തിനാണ് ഈ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഈ മരങ്ങൾ വളർന്ന് ഫലം തരാൻ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നുപോലും നിശ്ചയമില്ല. ഇതിന്റെ ഗുണമനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ വൃദ്ധൻ പണി നിർത്തി ആ യുവാവിനെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാനിന്ന് കഴിക്കുന്ന ആപ്പിളുകൾ ഞാൻ നട്ട മരത്തിലേതല്ല. എനിക്ക് മുൻപ് ആരോ നട്ട മരത്തിലെ പഴങ്ങളാണ് ഞാനിന്ന് ആസ്വദിക്കുന്നത്. അതുപോലെ എനിക്ക് ശേഷമുള്ളവർക്കു വേണ്ടി ഞാൻ ചിലത് ഇവിടെ ബാക്കിവെക്കണം. അത് എന്റെ കടമയാണ്. വർഷങ്ങൾ കടന്നുപോയി. ആ വൃദ്ധൻ മരിച്ചുപോയി. ആ യുവാവ് മുതിർന്ന ഒരാളായി മാറി. ഒരിക്കൽ വേനൽക്കാലത്ത് ദൂരയാത്ര കഴിഞ്ഞ് തളർന്നുവരികയായിരുന്നു അയാൾ. വിശപ്പും ദാഹവും കൊണ്ട് അയാൾ വല്ലാതെ കഷ്ടപ്പെട്ടു. ആ സമയം ആ പഴയ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ വലിയ ആപ്പിൾ മരങ്ങൾ നിൽക്കുന്നത് അയാൾ കണ്ടു. ആ മരങ്ങൾ തണലും മധുരമുള്ള പഴങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. അയാൾ ആ മരത്തിന്റെ തണലിലിരുന്നു വയറുനിറയെ ആപ്പിൾ കഴിച്ചു. അപ്പോഴാണ് ആ പഴയ വൃദ്ധന്റെ വാക്കുകൾ അയാൾ ഓർമ്മിച്ചത്. ആ മരങ്ങൾ നട്ടത് ആ വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിനു വേണ്ടിയിട്ടല്ല, മറിച്ച് തന്നെപ്പോലെ വഴിപോക്കരായി വരുന്നവർക്കു വേണ്ടി. നന്മകൾ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയാകരുത്. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഗുണം ചിലപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കായിരിക്കും ലഭിക്കുന്നത്. ലോകത്ത് നാം കാണുന്ന പല നന്മകളും നമുക്ക് മുൻപേ പോയവർ നമുക്കായി ഒരുക്കിവെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ലോകത്തിന് നൽകാൻ ശ്രമിക്കുക. നാം നടുന്ന മരത്തിന്റെ തണൽ നമുക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് അതൊരു തണലാകുന്നത് കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഒരിക്കൽ ഒരു രാജാവിന്റെ മുന്നിൽ ഒരു പരാതിയുമായി പ്രജകളിലൊരാൾ മുഖം കാണിക്കാനെത്തി. ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നതായിരുന്നു അയാളുടെ പരാതി. പ്രശസ്തനായ ആ എഴുത്തുകാരന്റെ ഏറ്റവും പുതിയ പുസ്തകം താൻ കാശുകൊടുത്തു വാങ്ങി വായിക്കുകയുണ്ടായെന്നും, എന്നാൽ ആ പുസ്തകത്തിൽ തീരെ നിലവാരമില്ലാത്തതും സാമാന്യബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളുമാണ് പ്രതിപാദിച്ചിരുന്നതെന്നും, അതിനാൽ തന്നെ എഴുത്തുകാരനെ നേരിൽ കണ്ടപ്പോൾ താൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയുണ്ടായെന്നും അയാൾ രാജാവിനോട് പറഞ്ഞു. എന്നാൽ തന്റെ അഭിപ്രായം ഇഷ്ടപ്പെടാത്ത എഴുത്തുകാരൻ അപ്പോൾ തന്നെ പരസ്യമായി തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണുണ്ടായതെന്നും അയാൾ രാജാവിനോട് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൃതികളെ വിമർശിക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്നും, തന്റെ കൃതികളെക്കാൾ മികച്ച കൃതികൾ എഴുതാൻ കഴിവുള്ളവർ മാത്രം തന്നെ വിമർശിക്കാൻ വന്നാൽ മതിയെന്നും, എഴുത്തുകാരനല്ലാത്ത തനിക്ക് ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യതയില്ലെന്നും, അതിനാൽ മേലിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുതെന്നും പറഞ്ഞ് അദ്ദേഹം ആക്രോശിക്കുകയുണ്ടായെന്നും അയാൾ രാജാവിനെ അറിയിച്ചു. രാജാവ് എഴുത്തുകാരനെ സദസ്സിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് താങ്കൾ ഇയാളെ മർദ്ദിച്ചതെന്ന രാജാവിന്റെ ചോദ്യത്തിന് ഒരു ചെറുലേഖനം പോലും എഴുതാൻ കഴിവില്ലാത്ത ഇയാൾക്ക് എന്നെ വിമർശിക്കാനുള്ള യോഗ്യതയില്ല, അതിനാലാണ് മർദ്ദിച്ചത് എന്നാണ് എഴുത്തുകാരൻ മറുപടി നൽകിയത്. രാജാവ് വളരെ ഗൗരവത്തോടെ എഴുത്തുകാരനോട് പറഞ്ഞു, നോക്കൂ, താങ്കളുടെ കൃതികൾ കാശുകൊടുത്തു വാങ്ങി വായിക്കുന്നയാൾക്ക് അതിനെ വിമർശിക്കാനുള്ള അവകാശവുമുണ്ട്. വിമർശനങ്ങളെ നേരിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം എഴുതുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കൈവശം തന്നെ സൂക്ഷിക്കുകയാണ് നല്ലതെന്നും അവ ഒരിക്കലും പ്രസിദ്ധീകരിക്കരുതെന്നും രാജാവ് എഴുത്തുകാരനോട് പറയുകയുണ്ടായി. മാത്രമല്ല, എഴുത്തുകാരനെ ഇത്രയും പ്രശസ്തനാക്കിയത് പരാതിക്കാരനെപ്പോലെയുള്ള സാധാരണക്കാരായ ആസ്വാദകരാണെന്നും, എഴുത്തുകാരനായാലും കലാകാരന്മാരായാലും അവരെ സാധാരണക്കാരായ ആസ്വാദകർ അംഗീകരിക്കുന്നതുകൊണ്ടാണ് പ്രശസ്തിയും പദവിയും അവർക്ക് ലഭിക്കുന്നത്. അതിനാൽ എഴുത്തുകാരൻ തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതുപോലെ തന്നെ വിമർശനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും, എന്നാൽ മാത്രമേ സ്വയം തിരുത്തി കൂടുതൽ നല്ല കൃതികൾ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും രാജാവ് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം എഴുത്തുകാരൻ പരാതിക്കാരനോട് മാപ്പു പറയുകയുണ്ടായി. അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും പദവിയുമൊക്കെ നേടുമ്പോൾ ആ നേട്ടങ്ങളിലേക്കെത്തിക്കാൻ തനിക്ക് ചുറ്റും നിന്ന് പ്രോത്സാഹനവും സ്നേഹവും പിന്തുണയും തന്ന ആസ്വാദകരെ മറന്നുപോകരുത്. അവരെ അപമാനിക്കരുത്. അവരുടെ സത്യസന്ധമായ അഭിപ്രായങ്ങളെ മാനിക്കുക. സ്വയം തിരുത്തൽ ആവശ്യമായ സമയത്ത് തിരുത്താൻ തയ്യാറാകുക. ആസ്വാദകരില്ലെങ്കിൽ ഒരു സാഹിത്യകാരനും കലാകാരനും ഉണ്ടാകുകയുമില്ല, നിലനിൽക്കുകയുമില്ല. ഓരോ മനുഷ്യരും നേട്ടങ്ങളുണ്ടാകുമ്പോൾ അഭിമാനിക്കണം, പക്ഷെ അഹങ്കരിക്കരുത്, എല്ലാം നഷ്ടപ്പെടും. ഒരിക്കൽ ഒരു യുവവേട്ടക്കാരൻ വിശ്വപ്രസിദ്ധനായ ഒരു അമ്പെയ്ത്ത് വിദഗ്ധന്റെ അടുത്തെത്തി. അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്നായിരുന്നു യുവാവിന്റെ ആഗ്രഹം. യുവാവ് തന്റെ വില്ലെടുത്ത് ദൂരെയുള്ള ഒരു മരത്തിലെ ചെറിയ ഫലത്തിലേക്ക് അമ്പെയ്തു. അത് കൃത്യമായി ലക്ഷ്യത്തിൽ കൊണ്ടു. സദസ്സിലുള്ളവർ കൈയടിച്ചു. യുവാവ് അഹങ്കാരത്തോടെ വൃദ്ധനായ ഗുരുവിനോട് പറഞ്ഞു, ഇനി അങ്ങയുടെ ഊഴമാണ്. എന്നെക്കാൾ മികച്ച രീതിയിൽ അങ്ങേക്ക് അമ്പെയ്യാൻ കഴിയുമോ?
ഗുരു ഒന്നും മിണ്ടാതെ അവനെ കൂട്ടിയടുത്തുള്ള ഒരു വലിയ മലമുകളിലേക്ക് നടന്നു. അവിടെ രണ്ടു വലിയ പാറകൾക്കിടയിൽ ആഴമുള്ള ഒരു കയത്തിന് കുറുകെ ഒരു പഴയ മരത്തടിപ്പാലം പോലെ കിടപ്പുണ്ടായിരുന്നു. ആ മരത്തടിക്ക് നല്ല ബലമില്ലായിരുന്നു, കാറ്റിൽ അത് ആടിക്കൊണ്ടിരുന്നു. ഗുരു ആ മരത്തടിയുടെ നടുവിലേക്ക് നടന്നുപോയി. താഴെ ഭീകരമായ കൊക്കയായിരുന്നു. അദ്ദേഹം ശാന്തനായി അവിടെനിന്ന് ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തു. അത് കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ചു. അദ്ദേഹം തിരികെ വന്ന് യുവാവിനോട് പറഞ്ഞു, ഇനി നിന്റെ ഊഴം. അവിടെ നിന്ന് ആ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യൂ. യുവാവ് പേടിയോടെ ആ മരത്തടിയിലേക്ക് കാലെടുത്തുവെച്ചു. താഴെയുള്ള കൊക്കയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. വില്ല് പിടിക്കാൻ പോലും അവന് കഴിയുന്നില്ലായിരുന്നു. അവൻ പരാജയപ്പെട്ട് പിൻവാങ്ങി. ഗുരു ശാന്തമായി പറഞ്ഞു, മകനേ, നിനക്ക് അമ്പെയ്ത്തിന്റെ സാങ്കേതിക വിദ്യകൾ അറിയാം. പക്ഷേ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്കറിയില്ല. സുരക്ഷിതമായ നിലത്തു നിൽക്കുമ്പോൾ ആർക്കും അമ്പെയ്യാൻ എളുപ്പമാണ്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ വിജയിക്കുക എന്നത് എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിലെ വെല്ലുവിളികളും ഭയവും നമ്മെ തളർത്തുമ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കാതെ മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ. പ്രതിസന്ധികൾ നിങ്ങളുടെ മനസ്സിനെ വിറപ്പിക്കാൻ അനുവദിക്കരുത്. മനസ്സ് ശാന്തമാണെങ്കിൽ എത്ര വലിയ വെല്ലുവിളിയും നിങ്ങൾക്ക് കീഴടക്കാം. വിദ്യയേക്കാൾ വലുതാണ് ആത്മനിയന്ത്രണം. ഒരിക്കൽ ഒരിടത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നന്നായി ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമെന്നു തോന്നുന്ന തമാശകൾ പോലും കേട്ട് അയാൾ പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ എന്നുപോലും ചിലർ സംശയിച്ചു. ഒരു ദിവസം ഒരു തമാശ കേട്ട് എല്ലാ പേരേക്കാളും കൂടുതൽ അയാൾ ചിരിക്കുന്നത് കണ്ട് അടുത്തുനിന്നയാൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇത്രയും ചിരിക്കുന്നത്? എനിക്കിങ്ങനെ ചിരിക്കാൻ തോന്നുന്നില്ലല്ലോ. ചിരിക്കുന്ന മനുഷ്യൻ അയാളോട് തിരിച്ചു ചോദിച്ചു, താങ്കൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുഃഖം താങ്ങാനാകാതെ നെഞ്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? വിഷമം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? മറ്റേയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ജീവിതത്തിൽ അത്ര വലിയ ദുഃഖങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ എന്റെ കുട്ടിക്കാലത്തു തന്നെ അസുഖബാധിതരായി മരിച്ചുപോകുകയുണ്ടായി. പിന്നീടെന്റെ ജീവിതം എന്റെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു. എന്റെ മുത്തശ്ശി പല വീടുകളിലും അടുക്കളപ്പണി ചെയ്തായിരുന്നു എന്നെ വളർത്തിയത്. വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവശയായ മുത്തശ്ശിയെ സഹായിക്കാൻ ഞാനും ഒപ്പം പോയിരുന്നു. പല ദിവസങ്ങളിലും ആ വീട്ടുകാർ കഴിച്ചു ബാക്കിവരുന്ന ഭക്ഷണം കഴിച്ചാണ് ഞാനും മുത്തശ്ശിയും വിശപ്പടക്കിയിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ രോഗം കാരണം മുത്തശ്ശിയും മരണപ്പെട്ടു. പിന്നീടങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. പലരുടെയും അധിക്ഷേപവും പീഡനവും നേരിടേണ്ടിവന്നു. മറ്റു കുട്ടികളെപ്പോലെ നല്ല ആഹാരം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒരുപാട് രാത്രികളിൽ ഞാൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ അനുഭവിച്ച് വളരെയധികം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷത്തിന്റെയും വില എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടുതന്നെ ഓരോ തമാശയും ഞാൻ നിങ്ങളെക്കാൾ നന്നായി ആസ്വദിച്ചു ചിരിക്കുന്നു. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നന്നായി ചിരിക്കാൻ കഴിയുകയുള്ളൂ. ശരിയായ സന്തോഷം നാം തിരിച്ചറിയണമെങ്കിൽ ശരിയായ ദുഃഖം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജീവിതത്തിൽ ദുഃഖങ്ങൾ അറിയാതെ വളർന്നവർക്ക് ഒരിക്കലും സന്തോഷത്തിന്റെ വില അറിയാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയില്ല. പലപ്പോഴും ചിലർ അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുന്നില്ല. അത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നതുമില്ല. അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മാത്രമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്നും ആ നിമിഷം പിന്നീടൊരിക്കലും കിട്ടില്ലെന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ടുമാണ് ആ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ജീവിതത്തിലെ ഓരോ നിമിഷവും അമൂല്യമാണ്. എത്ര തന്നെ ധനം കൊടുത്താലും തിരിച്ചു കിട്ടാത്തതാണ് അത് എന്ന് എപ്പോഴും ഓർക്കുക. ഒരിക്കൽ ഒരു പെൺകുട്ടി തന്റെ അവധിക്കാലം ആഘോഷിക്കുന്നതിനായി വർഷങ്ങൾക്കുശേഷം ദൂരെ ഗ്രാമത്തിൽ താമസിക്കുന്ന തന്റെ മുത്തശ്ശിയെ കാണാനെത്തി. അവൾ മുത്തശ്ശിയുടെ പഴയ അലമാരയിലും പെട്ടിയിലുമൊക്കെയുള്ള പഴയ സാധനങ്ങൾ കൗതുകത്തോടെ എടുത്തുനോക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ പഴയ പെട്ടിയിൽ നിന്നും കുറച്ചു പഴയ നോട്ട്ബുക്കുകൾ അവൾക്ക് കിട്ടി. നോട്ട്ബുക്കുകളുടെ പുറംപേജിലെ നെയിം സ്ലിപ്പിൽ അവളുടെ അച്ഛന്റെ പേരും സ്കൂളിന്റെ പേരുമൊക്കെ എഴുതിയിരുന്നു. അകത്തെ പേജുകളിൽ അവളുടെ അച്ഛൻ അക്ഷരങ്ങൾ എഴുതിപ്പടിച്ചത് കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ നോട്ട്ബുക്കുകളുടെയൊക്കെ അവസാന പേജുകളിൽ വളരെ മനോഹരമായ കയ്യക്ഷരങ്ങളിൽ അതിമനോഹരമായ കവിതകൾ എഴുതിയിരിക്കുന്നത് അവൾ കണ്ടു. പക്ഷെ അത് തന്റെ അച്ഛന്റെ കയ്യക്ഷരമല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ചോദിച്ചു, മുത്തശ്ശി, ഈ കവിതകളൊക്കെ ആരാ എഴുതിയത്? ആ നോട്ട് ബുക്കുകളിൽ നോക്കി പുഞ്ചിരിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ഞാൻ തന്നെ എഴുതിയതാ.
പണ്ടൊറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന വരികൾ കുറിച്ചിടാൻ എനിക്ക് എന്റേതെന്നു പറയാൻ ഒരു ബുക്കോ കടലാസോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നിന്റെ അച്ഛൻ ഉപയോഗിച്ച ബുക്കുകളിൽ ബാക്കിവരുന്ന പേജുകളിൽ ഞാൻ എഴുതി സൂക്ഷിക്കുമായിരുന്നു. പെൺകുട്ടി പറഞ്ഞു, ഇതൊക്കെ എത്ര മനോഹരമായ കവിതകളാണ്, വെറുതെയല്ല അച്ഛൻ ഇത്ര വലിയ എഴുത്തുകാരനായത്. മുത്തശ്ശി പറഞ്ഞു, ഞാനല്ലാതെ ഇത് കാണുന്ന ഒരേയൊരാൾ നീ മാത്രമാണ്. നിന്റെ അച്ഛനെപ്പോലും ഞാനിതുവരെ ഇതൊന്നും കാണിച്ചിട്ടില്ല. അവൻ വലിയ എഴുത്തുകാരനല്ലേ. ഈ വിഡിത്തമൊക്കെ വായിച്ച് അവൻ ചിരിച്ചാലോ? മുത്തശ്ശി വീണ്ടും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം മുത്തശ്ശിയുടെ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒത്തുകൂടുകയുണ്ടായി. അവരുടെ മകനായ എഴുത്തുകാരൻ പറഞ്ഞു, എന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം മാത്രമല്ല ഇവിടെ നടക്കുന്നത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. തന്റെ കൈയിലെ ഒരു പുസ്തകം ഉയർത്തിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊരു പുതിയ കവിത സമാഹാരമാണ്. ഇതിന്റെ ആദ്യ പതിപ്പ് ഇത് എഴുതിയ ആൾക്കുതന്നെ സമ്മാനിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഞാനിവിടെ നിർവഹിക്കുന്നു. അദ്ദേഹം ആ പുസ്തകം അമ്മയ്ക്കു കൊടുത്തു. ആ പുസ്തകം തുറന്നു നോക്കിയ അമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മകൻ പറഞ്ഞു, ഈ അമ്മയുടെ മകനായതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായത്. ഈ എഴുത്തുകാരിയുടെ മകനാണ് ഞാനെന്നറിയാനാണ് എനിക്കിഷ്ടം. ഓരോ എഴുത്തുകാരും ആദരിക്കപ്പെടുമ്പോൾ, ആഘോഷിക്കപ്പെടുമ്പോൾ ആരും ഓർക്കാതെ പോകുന്നത് ആ എഴുത്തുകാരെ അവരാക്കിയ അവരുടെ അമ്മയെയാണ്. അവരെ ആദ്യം അക്ഷരമെഴുതാൻ പഠിപ്പിച്ച ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ എഴുതാൻ, ആ വാക്കുകളുടെ അർത്ഥം പഠിപ്പിച്ച് ആ വാക്കുകൾ ചേർത്ത് അർത്ഥവത്തായ വരികൾ എഴുതാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാലം തന്നെ മാറ്റിവച്ച ഒരു അമ്മയുണ്ടാകും. സ്വന്തം സ്വപ്നങ്ങൾ വീടിന്റെ മൂലയിലെ ഒരു പെട്ടിയിൽ പഴയ പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ച എത്രയോ അമ്മമാരുടെ ആ ത്യാഗത്തേക്കാൾ വലിയ പുരസ്കാരം വേറെയില്ല. ആ അമ്മമാരുടെ സ്വപ്നങ്ങൾക്ക് ഓരോ മക്കളും കൂട്ടാകണം. ഒരിക്കൽ ഒരു വ്യക്തി പ്രശസ്തനായ ഒരു തത്വചിന്തകന്റെ അടുത്തെത്തി ആവേശത്തോടെ പറഞ്ഞു, സുഹൃത്തേ, നിങ്ങളറിയുന്ന ഒരാളെക്കുറിച്ച് ഞാനൊരു കാര്യം കേട്ടു. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ. തത്വചിന്തകനൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അത് പറയുന്നതിനു മുൻപ് നമുക്ക് ചെറിയൊരു പരീക്ഷ നടത്താം. ഞാനിതിനെ 3 അരിപ്പകൾ എന്നാണ് വിളിക്കുന്നത്. ആഗതൻ അത്ഭുതത്തോടെ നോക്കി. അദ്ദേഹം തുടർന്നു, നീ എന്നോട് പറയാൻ പോകുന്ന കാര്യം ഈ 3 അരിപ്പകളിൽ കടന്നുപോകുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അരിപ്പ സത്യമാണ്. നീ ഇപ്പോൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം 100% സത്യമാണെന്ന് നിനക്കുറപ്പുണ്ടോ? അയാളൊന്നു മടിച്ചു. ഇല്ല, ഞാൻ ആരോ പറയുന്നത് കേട്ടതാണ്. ശരി, അപ്പോൾ അത് സത്യമാണോ എന്ന് നിനക്കറിയില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ അരിപ്പ നോക്കാം. അത് നന്മയാണ്. നീ എന്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്നത് നല്ല വല്ല കാര്യവുമാണോ? അല്ല, നേരെ വിപരീതമാണ്. അയാൾ പറഞ്ഞു. അപ്പോൾ തത്വചിന്തകൻ തുടർന്നു, നീ സത്യമാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു മോശം കാര്യമാണ് എന്നോട് പറയാൻ വരുന്നത്. എങ്കിലും നമുക്ക് 3-ാമത്തെ അരിപ്പ കൂടി നോക്കാം. അത് ഉപയോഗമാണ്. നീ പറയാൻ പോകുന്ന കാര്യം എനിക്കെന്തെങ്കിലും ഉപകാരമുള്ളതാണോ? അത്രയ്ക്ക് ഉപകാരമൊന്നുമില്ല. അയാൾ തല താഴ്ത്തി. അപ്പോൾ തത്വചിന്തകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമല്ലാത്തതും നല്ലതല്ലാത്തതും എനിക്ക് യാതൊരു ഉപകാരവുമില്ലാത്തതുമായ ഒരു കാര്യം ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? അത് നിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. നാം കേൾക്കുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ നിൽക്കരുത്. പലപ്പോഴും അനാവശ്യമായ സംസാരങ്ങളാണ് ബന്ധങ്ങൾ തകർക്കുന്നതും മനസ്സിന്റെ സമാധാനം കളയുന്നതും. സത്യവും നന്മയും ഉപകാരവുമില്ലാത്ത വാക്കുകൾ മൗനത്തേക്കാൾ ഭയാനകമാണ്. സംസാരിക്കുന്നതിനു മുൻപ് ചിന്തിക്കുക, നിങ്ങളുടെ വാക്കുകൾ ലോകത്തിന് ഗുണകരമാകട്ടെ. ഒരിക്കൽ മഹാനായ ഒരു പണ്ഡിതൻ തനിക്ക് അറിവുള്ള കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, ഇയാൾ പണ്ഡിതനൊന്നുമല്ല, ഇയാൾ പറയുന്നതെല്ലാം വിഡിത്തങ്ങളാണ്, ജനങ്ങളെപ്പറ്റിച്ച് ജീവിക്കുന്നയാളാണ്, ഇയാളെ ആരും വിശ്വസിക്കരുത്. എന്നിട്ടയാൾ കൈയിലിരുന്ന ഒരു കല്ല് പണ്ഡിതന്റെ നേരെ എറിഞ്ഞു. ഭാഗ്യത്തിൽ കല്ല് പണ്ഡിതന്റെ ദേഹത്തുകൊണ്ടില്ല. അയാൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പണ്ഡിതൻ മറുപടിയൊന്നും തന്നെ പറയാതെ നടന്നുപോയി. കണ്ടുനിന്നവരിൽ ഒരാൾ പണ്ഡിതനോട് ചോദിച്ചു, അയാൾ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് അയാളോട് മറുപടിയൊന്നും പറയാതെ പോയത്? പണ്ഡിതൻ വളരെ ശാന്തനായി അയാളോട് പറഞ്ഞു, ഇതാദ്യമായല്ല ഒരാൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞു എന്റെ അഭിമാനവും ആത്മവിശ്വാസവും തകർക്കാൻ ശ്രമിക്കുന്നത്. എന്നോടിപ്പോൾ മോശമായി സംസാരിച്ച ആളുടെ പല തെറ്റുകളും എനിക്കറിയാം. അത് ഞാൻ പരസ്യമാക്കുമോ എന്ന പേടികാരണം ആണ് അയാൾ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്നത്. ഓരോ തവണ ഇത്തരം മാനസിക പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനർഹിക്കുന്ന അവഗണന കൊടുത്തുകൊണ്ട് അത്തരം ആരോപണങ്ങളെ അതിജീവിച്ച് എന്റെ മനസ്സിനെ കൂടുതൽ ശക്തവും മനോഹരവുമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
അയാൾ അങ്ങനെ ചെയ്തത് ശരിക്കും എന്നെ ആക്രമിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയല്ല, അയാളുടെ സ്വയരക്ഷയ്ക്കു വേണ്ടിയാണ് അയാളത് ചെയ്തത്. എനിക്ക് അയാളോട് സഹതാപമേ തോന്നുന്നുള്ളൂ. പണ്ഡിതൻ തുടർന്നു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെ മനോഹാരിത ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതു പൊടിയിലും അഴുക്കിലും എടുത്തിട്ടാലും അത് തുരുമ്പെടുക്കുകയോ അതിന്റെ തിളക്കവും മൂല്യവും നഷ്ടപ്പെടുകയോ ഇല്ല. കാരണം തീയിലുരുക്കിയും ഒരുപാട് പ്രഹരമേൽപ്പിച്ചും പല രൂപത്തിലുമൊക്കെ ആക്കിയതിനുശേഷമാണ് അത് മനോഹരമായ സ്വർണ്ണാഭരണമായി മാറുന്നത്. അത്രയുമൊക്കെ കഠിനമായ അവസ്ഥകളിലൂടെ കഴിഞ്ഞുവന്നതുകൊണ്ടാണ് അതിന് പിന്നീടൊരിക്കലും അതിന്റെ തിളക്കമോ മൂല്യമോ നശിക്കാത്തത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് സ്വയം പാകപ്പെടുത്തിയ ദൃഢമായ മനസ്സുള്ള ഒരാളെ മറ്റൊരാൾക്കും ആക്ഷേപത്തിലൂടെയോ അധിക്ഷേപത്തിലൂടെയോ തകർക്കാനാകില്ല. എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്തവരായിരിക്കും. അവരെക്കുറിച്ച് അവർക്കു തന്നെ മതിപ്പില്ലാത്തതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തി സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവരോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ നിൽക്കരുത്. മാനസികമായി പക്വതയില്ലാത്ത അവരുടെ പ്രവൃത്തികളെ സഹതപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ തലയുയർത്തി മുന്നോട്ടു പോകാം. എപ്പോഴും മൂല്യം കുറയാതെ തിളങ്ങുന്ന സ്വർണ്ണാഭരണത്തെപ്പോലെ.